അളിയാ, ഒരുപാട് രാത്രി ഉറക്കളച്ചെഴുതിയ തുണ്ട. സെപ്റ്റംബറിൽ ഇൻവിജിലേഷനൊക്കെ കണക്കായിരിക്കും. ധൈര്യമായിട്ട് പൂച്ചിക്കോ. ഒരു സാധനം കൂടെ ഉണ്ട്. ദേ, ഇത് എൻ്റെ മാത്രം എക്സാം ഷർട്ടാണ്. തുണ്ട് വെച്ച് അടിക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ തയ്യാറാക്കിയ പോക്കറ്റുകൾ. ഇത് യൂസ് ചെയ്താലേ ഇതിൻ്റെ ബെനിഫിറ്റ് നിനക്ക് മനസ്സിലാവും. ഇത് നാറ്റോടാ? ഇത് നാറ്റം നല്ലാടാ. നാറ്റമാണെങ്കിൽ ടീച്ചർമാരും അടുത്ത് വരില്ല. കൊച്ചു നല്ല ഔഷധമാണല്ലോ. വയറ് നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ വാട്ടം കണ്ട. അയ്യോ, അമ്മച്ചീനെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഒന്നും മിണ്ടാതിരിക്കും. ഹലോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോഴാ അറിഞ്ഞ ഡിസ്ചാർജ് ആയിന്ന്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്താ കാര്യം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അമ്മച്ചീനകത്തോട്ടാക്കി. ഒന്ന് വയറിളകിന്ന് വെച്ച് ക്ഷീണിച്ചു പോകുന്ന തടിയൊന്നും അല്ലടാ ഇത്. അയ്യോ, നല്ല ശ്രുതി, താളം, അടിപൊളി അമ്മച്ചി. ഓടാ അമ്മച്ചി നല്ല മാസാണല്ലോ. അത് ചോദിക്കാൻ വന്നാണ്. അല്ല, ഞങ്ങളെ ഈ തെരേസയെ ഒന്ന് കാണാൻ. ഞാൻ എന്താ കാര്യം? ഞാൻ രാജേഷ്, ചാന്ദ് ഫുഡ് പ്രൊഡക്ട്സിന്റെ MD ആണ്. ഓ, അത് നിങ്ങളുടെ ആയിരുന്നല്ലേ? കംപ്ലൈന്റ് പിൻവലിക്കണമെന്ന് പറയാൻ വന്നാണ്. നടക്കൂല. പെങ്ങളെ, അതെ, നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ ഉണ്ണിയപ്പൻ ടെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് വന്നു. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് നുണ പറയാണെന്നാണോ പറയണേ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. നിങ്ങൾ വല്ലതും പുറത്തുനിന്ന് കഴിച്ചിട്ട് വയറിളകില്ലേ? അതെ, ഞങ്ങൾ ഇന്നലെ ആകെ പുറത്തുനിന്ന് കഴിച്ചത് നിങ്ങളുടെ ഉണ്ണിയപ്പം മാത്രമാണ്. പിന്നെ കഴിച്ചത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ്. അത് കഴിച്ചിട്ടൊന്നും ആർക്കും ഇതുവരെ വയറിളക്കം ഉണ്ടായിട്ടില്ല. സാറേ, ഇപ്പം എത്ര രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തിയാണ് ഇവിടെ നിന്ന് ഒഴിവായി തരാൻ പറ്റും? 12 ലക്ഷം അടയ്ക്കണം. എന്താണ് ഇത്ര ചിരിക്കാൻ? അല്ല സാറേ, ഇവരിവിടെ എടുത്തിട്ടുള്ള ആകെ 8 ലക്ഷം രൂപയാണ്. പിന്നെ നിങ്ങളിപ്പോൾ പലിശയൊക്കെ ആയിട്ട് ഇപ്പം 12 ലക്ഷം ആക്കിയേക്കണേയാണല്ലോ. അതെ, പേര് സഹകരണം വാങ്ങുന്നു. മുട്ടൻ കോമഡി എടുത്ത് ചിരിച്ചത് സാറേ. സാറേ, പഴയ പോലെ ഒന്നുമല്ല സാർ. കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. കുറച്ച് സാവകാശം കൂടെ തരുവാണെങ്കിൽ. സാവകാശം ഇനി നടക്കൂല രാജേഷേ. ആ സീനൊക്കെ കഴിഞ്ഞു. സാറേ പ്ലീസ്, നടക്കൂല രാജേഷേ. അതെ സാറേ, ഇപ്പം എത്ര രൂപ അടയ്ക്കണം? എത്ര അടയ്ക്കും? അല്ല, എത്ര അടയ്ക്കണം ഇതൊന്ന് ഒഴിവാനായിട്ട്? 4 ലക്ഷം. ഒരു 4 ലക്ഷം അടച്ചാൽ ഞാൻ ജപ്തി ഒഴിവാക്കി തരാം. 4 ലക്ഷമോ? അതല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുള്ളൂ. ഒരാഴ്ച സമയമുണ്ടല്ലോ. എവിടെ നിന്നെങ്കിലും കാശ് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്ക്. അപ്പം ശരി, കാണാം. ശരി, വാ, കയറി വാ. കാശിനൊന്നും ഇവിടെ ഒരു പിടിയുമില്ല. നമുക്ക് രാജിയോടൊന്ന് ചോദിച്ചാലോ? നല്ല പൊന്നു വാളാ, ഇപ്പൊ കിട്ടും കാശ്. ഗായത്രി, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഒന്ന് ഫിറ്റ് ആയെന്ന് വിചാരിച്ച് നീ കൈ വിട്ടുപോയോ? ഒന്നുമില്ല, ചുമ്മാ ബൈക്കിലൊന്ന് കറങ്ങി, അത്രേ ഉള്ളൂ. ബൈക്കിലാ? എങ്ങോട്ട്? എൻ്റെ മോളൊരാഗ്രഹം പറഞ്ഞാണ്. കണ്ടു, ഗുഡ് ബൈ പറഞ്ഞു, ആശ്വാസമായി. വെരി ഗുഡ്, അതാ നല്ലത്. കറക്റ്റ് 11:11 വിളിച്ചത്. ഫോർ എ മൊമെന്റ് ഐ തോട്ട് ദ യൂണിവേഴ്സ് വാസ് കൺസ്പയറിങ്. അടി, യൂണിവേഴ്സിന് അതാ പരിപാടി, കൺസ്പയറിങ്. എടി, എനിക്ക് അവനെ ഇപ്പോഴും ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, ലാസ്റ്റ് ഡേ നീ ഇനി വേലി ചാടുവോ? ഒന്നുമില്ല, സെറ്റാവില്ല എന്നറിയാം, എന്നാലും ഇഷ്ടപ്പെടാമല്ലോ. അവനെനി ഫ്രണ്ടാക്കാൻ പറ്റില്ല, അതാ എനിക്ക് വിഷമം. സി, 12th ബ്രേക്കപ്പ്, യു ഗോട്ട് ഓവർ ഇറ്റ് സോ ഈസി. പിന്നെയാണോ ഇത്? ബോബി, ഇത് അങ്ങനെയല്ല. എന്തെങ്കിലും ചെയ്യും. നീ കുളിക്കണ്ടോ? ഓപ്പോസിറ്റ് ഓഫ് ലവ് എന്താന്ന്? തേങ്ങ. നീ കുളിക്കണ്ടോ ഗായത്രി? നീ കുളിക്കണില്ലേ? രാമേട്ടോ, രാമേട്ടൻ പണ്ട് വെള്ളത്തിൽ മുങ്ങിയ കരിമീനൊക്കെ പിടിച്ചിട്ടില്ലേ? പിടിച്ചിട്ടില്ല, കുത്തിയെടുത്ത്. പറഞ്ഞില്ലേ രാമേട്ടൻ പിടിച്ചിട്ടുണ്ട്. ഒരു ഈ വീതി എന്തി നീളമുണ്ട്. കരിമീന ആടാ, ഞാൻ ചൂണ്ട വെള്ളത്തിലോട്ട് ഇട്ടതും തൊട്ടടുത്ത് അവൻ അങ്ങോട്ട് പൊങ്ങി. അപ്പൊ തന്നെ കൊടുത്തു അവന്റെ കുഞ്ചു കിഴുകിട്ട് കുത്തോറണം. എവിടെയിട്ട്? എടാ, കുഞ്ചിക്കുഴി ഏതാണ്ട് ഇവിടെയായിട്ട് വരും. ആഹാ, ഊഞ്ഞാലാടിയതാണല്ലേ? ഇറങ്ങിക്കോ. ഇത് ക്ലച്ച്, ഗിയർ, ആക്സിലറേറ്റർ, ഇവിടെ ബ്രേക്ക്. ഇതൊക്കെ എനിക്കറിയാം. എന്നാലും പറയും, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഓ, പിടിച്ചോ.
മാറി. അല്ല എങ്ങോട്ടാ? വണ്ടി ഓടിക്കുക. ആദ്യം തള്ളി പഠിക്കും. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാനാ ടീച്ചർ, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എന്നാ പിടിച്ചോ, തള്ളിക്കോ. ഒറ്റയ്ക്കോ? തള്ളടോ. നല്ലോണം തള്ളു. നല്ലോണം തള്ളങ്ങോട്. എന്റെ പൊന്നെ, ഇന്നേ അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം പോയ ചെന്നിത്തല പോലെ ഇരുന്നേച്ചു. എന്താ ചിരിക്കാത്ത? ഓ, എനിക്കതിന് വലിയ കോമഡി ഒന്നും തോന്നിയില്ല. കൊച്ചു നമ്മൾ കാരണം അവനല്ലേ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോ പകയല്ല വേണ്ടത്, ഹെൽപ്പ്. ടീച്ചറെ, ചേച്ചി, ഓ ആ രാജേഷ് ഇല്ല അവിടെ? അറിഞ്ഞില്ലേ? എന്ത് പറ്റി? ഹെൽത്തുകാർ വന്നേ എല്ലാം പൂട്ടിക്കെട്ടി. ഇപ്പൊ വലവലിക്കില്ല പണി. കണ്ടക്കളവിലേക്കാനും കാണും. അവിടെ വേറെ ആരുമില്ലേ? അവന് തന്നെല്ലാം ചെത്തിട്ടേ കൊറേ നാളായി. നീർക്കൂണൻ വീഡിയോ എടുക്കണ ഇതൊന്നും പോരെ? വേണ്ട അല്ലേ? രാജേഷേ, എടാ വന്നേ. എന്താണ് പറയാം, കാര്യം പറയണി. മിണ്ടാതിരിക്കും. എന്താ പറ്റിയേ? ഒന്ന് മാറിക്കണ ഗുണ്ടായിസോ വരാന്തയിലെ ലാമ. നമുക്ക് വീട് മാറിപ്പോയാ? രാജേഷ് രാജേഷ് എന്ന് പറഞ്ഞു, പിന്നെ ഫ്രം ചൈന എന്നും പറഞ്ഞു. ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എന്താ ചോദിച്ചത്? യാര് എതുക്ക് വന്നേ, എപ്പടി വന്നേ, അപ്പടിയെല്ലാം കേട്ടാച്ച്. തമിഴ് പറഞ്ഞാൽ അവർക്ക് വല്ലോ മനസ്സിലാവൂടി? എനിക്കറിയാവുന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ബിഞ്ചേട്ടാ ചോദിക്കാം. ആരാ യു? ആരാ? രാജേഷ്. രാജേഷ്. I am Seng Chong from China. എന്താ ഇവിടെ? വാട്ട്? I'm your Kochi-chan's friend from China. കൊച്ചച്ചൻസ് ഫ്രണ്ട്? Yes. കൊച്ചച്ചന്റെ കൂട്ടുകാരിയാണ്. കൊച്ചച്ഛൻ്റെ കൂട്ടുകാരിയാ, ചൈനന്ന് വന്നാ. കൊച്ചച്ചൻ എവിടെ? നാട്ടുകാര് കണ്ടി വിടാൻ പറയടി. അമ്മ പുടി വിടുക. നിങ്ങളെ ഞാൻ കാണിക്കാം. പേര് പറയാൻ എന്തിനാ കറിയുന്ന? എന്താന്ന് വെച്ചാൽ ചോദിക്കണേ എന്താ പറ്റിയെന്ന്. അല്ല, നീ എന്തെങ്കിലും കാണിച്ചോ? ഇല്ല. ഇതിനു മുമ്പ് കരച്ചിൽ തുടങ്ങിയാണ്. ചൈനന്ന് കൊച്ചത്തിന് അച്ചാർ കൊടുത്തു വിട്ടാ. ഇത്രയും കൂടെ കരഞ്ഞതിനെത്തിനാ? എന്തു പറ്റി? വാട്ട് പറ്റി? It was a cardiac arrest. He's dead. കൊച്ചച്ചൻ മരിച്ചാ? കൊച്ചിച്ച് മരിച്ചു.